മറ്റേ ചികിത്സയാണ് എനിക്കിപ്പോ വേണ്ടത്. കാരണം ഇത് നിങ്ങൾ തന്നെ കയറി കണ്ടാൽ നിങ്ങൾക്ക് അറിയാം. ഞാനൊരു അമ്മയാണ്. ഞാൻ ചെന്ന് കാണുമ്പോ സത്യം ദൈവത്താണ് ഞാൻ പറയാണ്, എന്റെ കുട്ടി ഒരു പാതി കണ്ണടച്ച് തണുത്തൊരു ഐസ് പോലെ അവിടെ കിടപ്പുണ്ട്. വെന്റിലേറ്റർ കൂടെ ശ്വാസം എടുക്കുന്നുണ്ട്, വിടുന്നുണ്ട്. ഞാൻ അത്ര കഷ്ടപ്പെട്ടായിട്ട് ഒരു മനുഷ്യന്റെ സഹായമില്ല, ഞാൻ അത്ര കഷ്ടപ്പെട്ട് വളർത്തിയതാ. ബാംഗ്ലൂർ പോണ സമയത്ത് ബാംഗ്ലൂർ ട്രെയിനിൽ എന്തായാലും ലേഡീസ് കമ്പാർട്ട്മെന്റ് ഉണ്ട്. പക്ഷെ ഞാൻ അതിനകത്തല്ല കയറിയത്. ഞാൻ തൊട്ടടുത്ത് ജനറൽ കമ്പാർട്ട്മെന്റ് ഇരിക്കുമ്പോൾ ലേഡീസ് കമ്പാർട്ട്മെന്റ് ബാത്റൂമിനകത്ത് ഇതുപോലെ ഒരുത്തം കയറി ഇരുന്നിട്ട് അവിടുത്തെ പെണ്ണുങ്ങൾ ബഹളം ഉണ്ടാക്കി അടുത്ത സ്റ്റേഷൻ എത്തുന്നത് വരെ അവർ പേടിച്ചിരുന്നിട്ട് പോലീസുകാരെ കൊണ്ടുവന്നിട്ടാണ് അയാളെ ബാത്റൂമിനകത്തുനിന്ന് എടുത്ത് വെളി കളയുന്നത്. അത്രയ്ക്കേ ഉള്ളൂ. കാരണം ഞങ്ങൾക്ക് ചില ട്രെയിനുകൾ നമുക്ക് ട്രിവാൻഡ്രത്ത് നിന്ന് എടുക്കുന്നതുണ്ട്. നമ്മൾ എവിടെയാണ് നിൽക്കുന്നത് അവിടെ നിന്ന് എടുക്കുന്ന ട്രെയിനുകളുണ്ട്. അതിനകത്ത് കയറിയിരിക്കുന്ന ഒരാളിനെ ഒരു മനുഷ്യനും കണ്ടില്ല എന്ന് പറഞ്ഞാൽ എങ്ങനെ? നമ്മൾ പിന്നെ ഇപ്പം ലേഡീസ് കമ്പാർട്ട്മെന്റിൽ നമുക്കൊരു സുരക്ഷിതല്ല. ഇപ്പം നമുക്ക് എവിടെ കിട്ടുക? ജനറലിലും കിട്ടത്തില്ല. അത് എത്രയോ സംഭവം നിങ്ങൾക്ക് തന്നെ അറിയാം, എത്രയോ സംഭവങ്ങളുണ്ട്. പിന്നെ എൻ്റെ മോളെ സംബന്ധിച്ച് അവള് ഒരു തെറ്റ് അവൾക്ക് ഇഷ്ടപ്പെടാത്ത രീതിക്ക് കണ്ടു കഴിഞ്ഞാൽ അവൾ സംസാരിക്കുന്ന കുട്ടിയാണ്, അവൾ പ്രതികരിക്കുന്ന ഒരു കുട്ടിയാണ്. അയാൾ കാണിച്ച തോന്നിയതിനാണ് അവൾ ചോദിച്ചത്, അല്ലെങ്കിൽ അവൾ പ്രതികരിച്ചത്. അതിനാണ് അവൾക്ക് ആ ഇത് കിട്ടിയത്. ഇത് ഇപ്പം എൻ്റെ കുട്ടിയല്ല, നാളെ വേറൊരു കുട്ടിയാണെങ്കിൽ ഇതാണ് അവസ്ഥയെങ്കിൽ എന്തായിരിക്കും?